ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഞാന് ലൈവ് പറയുന്ന വിഷയം എന്താണെന്നറിയോ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. സമൂഹത്തിൽ വില മതിക്കാത്ത നമ്മളെ ആരും വില മതിക്കുന്നില്ല, നമ്മളെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, നമുക്ക് സാധ്യതകൾ തരുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഗുണകരമാണോ അതോ ദോഷകരമാണോ? നമ്മുടെ വളർച്ചയെ ബാധിക്കുമോ? അവസരങ്ങൾ തരാതിരിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അപ്പൊ അവസരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ പരാജിതരായി പോകുന്നു അല്ലേ? എന്നാ തെറ്റാണ്. നമുക്ക് അവസരം ലഭിക്കരുത്. എന്താ അവസരം ലഭിക്കരുത്? നമുക്ക് അവസരം ഒരാൾ തരരുത്, മനസ്സിലായോ? ഒരാൾ തരുന്നതിനെ പറ്റി കാത്തിരിക്കുകയും വരുത്. അവസരം നിങ്ങളെ തേടി വരും. എങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നല്ല, നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ അയാൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് ചോദിക്കൂ? ഇന്ത്യയിലെ കൊട്ടാരക്കരയിലെ ഒരു IAS കാരൻ ഉണ്ടായി, അവന്റെ അടുത്ത് വന്ന് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തോട്ടെ എന്ന് അവൻ ചോദിക്കൂ? വേണ്ട. കാര്യം എന്താണ്? ഇങ്ങോട്ട് വരും. എന്തുകൊണ്ടാ വന്നേ? നമ്മൾ വിജയിച്ചുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യണ്ടേ? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരാളുടെ അടുത്തേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ വിജയിക്കാത്തവരായതുകൊണ്ട്. മനസ്സിലായോ? എന്റെ പേര് വെക്കണോന്നൊക്കെ രാഷ്ട്രീയക്കാർ എന്ന് പറയത്തില്ലേ? എന്നെ കൂടെ വെക്കണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അവരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. മനസ്സിലാവുന്നോ? അപ്പൊ അവരിൽ വിശ്വാസം അർപ്പിക്കണം. എങ്ങനെയാണെങ്കിൽ അവർ വിജയിച്ച ശശി തരൂർ എന്ന് പറയുവോ? ഞാനൊരു പരിപാടിക്ക് വരണമെന്ന് ശശി തരൂർ പറയുവോ? ഇല്ല. ശശി തരൂരിന്റെ അടുത്തേക്ക് അവസരങ്ങൾ ഓടിയെത്തും. മനസ്സിലാവുന്നോ? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. നിന്നെ ആരും വിലമതിക്കാത്തപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആരും ശ്രദ്ധിക്കാത്ത സമയത്താണ് നമ്മുടെ വളർച്ച ഉണ്ടാകുന്നത്. എന്തോ? ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വളർച്ച ഉണ്ടാവണം. ആ സമയത്ത് എന്തോ ഒഴിവായി കിട്ടും. ഡിസ്ട്രാക്ഷൻസ്. അന്നേരം എന്തോ നമുക്ക് വളരാനുള്ള സമയം ലഭിക്കും. നമുക്ക് പുസ്തകം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയാം, നിങ്ങൾ നല്ലോണം പുസ്തകം വായിക്കേ, നിങ്ങൾ നല്ലോണം പഠിക്കേ, നിങ്ങൾ കാര്യങ്ങൾ യൂട്യൂബിലൂടെ സംസാരിക്കേ. നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ഇന്ന് പഠിച്ചത് വേറെ ഇതിനു വേണ്ടി പോകണ്ട. നിങ്ങൾ ഇന്ന് സ്കൂളിൽ പഠിച്ചത് ഒരു കാര്യം ആലോചിച്ചോണം. അയർലൻഡിലൊക്കെ പുസ്തകം സ്കൂളിൽ എന്ത് ചെയ്യത്തില്ല, കുട്ടികൾക്ക് പുസ്തകം കുട്ടികൾക്ക് കൊടുക്കത്തില്ല. എന്ത് ചെയ്യത്തില്ല? പുസ്തകം കൊടുക്കത്തില്ല. അവരവിടെ പഠിച്ചത് അവിടെ ഇരുന്ന് അവർ ഹോംവർക്ക് ചെയ്തോളും. മനസ്സിലാവുന്നു? നിങ്ങളുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം? അത്തരത്തിലൊരു നിലപാടുണ്ടാവണം. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്കൂളിൽ ഇച്ചിരിയും പഠിക്കും, അത് വീട്ടിൽ കൊണ്ടുവന്ന് ഹോംവർക്ക് ചെയ്യും, ആ ഒരു ദിവസം പോകും. മനസ്സിലാവുന്നോ? ഈ ഒരു സാഹചര്യം മാറ്റിയെടുക്കണം. മനസ്സിലാവുന്നോ? അപ്പൊ ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ തളരുകയല്ല ചെയ്യേണ്ടത്. ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോ ആ സമയം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വളർന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നോ? അങ്ങനെ ചെയ്യുമ്പോ എന്ത് ചെയ്യും? നിങ്ങളുടെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നോ? ഇപ്പൊ ആൾക്കാർ, നമ്മുടെയൊക്കെ എന്താണ് പ്രശ്നം? എന്താണ്? നമ്മള് ഇതിനു വേണ്ടി എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. സമൂഹത്തിൽ ഒരു മൈക്ക് കിട്ടാന്, അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പറയാച്ചോ, പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോയിരുന്നു, അച്ഛൻ എന്നെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഞാനിവിടേക്ക് ഒന്ന് വളർന്നു വരട്ടോ, പാർട്ടിയിലൊക്കെ ഞാൻ ഇങ്ങനെ പറയാറ്. ഇപ്പം നമ്മുടെ കയ്യിൽ അതിലും വലിയ എന്തോ ഇരിക്കുക, അവസരം ഇരിക്കുക. നമ്മൾ എന്ത് ചെയ്തേ? ഇതങ്ങ് തള്ളിക്കളഞ്ഞു. ഈ രാഷ്ട്രീയക്കാര് നമ്മളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. എവിടെയാണോ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് ഫൈൻഡ് ചെയ്യാം, ആ സ്ഥലത്ത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. മനസ്സിലാവുന്നോ? ഇപ്പൊ ഇന്ത്യയില് ദളിത് വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന ചർച്ച വരും. യഥാർത്ഥത്തിൽ ദളിതില് ഒരു പയ്യൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമുവിനെ അപമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഷീ ഈസ് ദ നമ്പർ 1 ഇൻ ഇന്ത്യ, ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. അപ്പൊ നമ്മളാണ് മാറേണ്ടത്. മനസ്സിലാവുന്നോ? നമ്മൾ മാറുമ്പം എല്ലാവരും ചിന്തിക്കണ്ടേ? ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് സാർവത്രികമായിട്ട് എന്തോ ഉണ്ട്? വിദ്യാഭ്യാസം ഫ്രീ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം?
നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പപ്പ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിന്റെ വില നീ നിർണയിക്കണം. എന്ത് ചെയ്യണം? നിന്റെ വില നീ നിർണയിക്കണം. മനസ്സിലാവുന്നോ? മറ്റുള്ളവർ അഭിപ്രായം കേട്ടിട്ടാണ് നമ്മുടെ വിലയിരുത്തൽ. മനസ്സിലാവുന്നു? അത് നമ്മളെ വേദനിപ്പിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ വില കൽപ്പിക്കേണ്ടത് ആരാണ്? ഞാൻ തന്നെ. മറ്റുള്ളവരല്ല. നിങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അപ്പൊ നിന്നെ ഒരാൾ ബഹുമാനിച്ചില്ല, നിന്നെ ഒരാൾ അംഗീകരിച്ച, ഞാൻ പരാതി ഒന്നും പറയാൻ പോണ്ട. നീ എന്ത് ചെയ്യാണ്? ഇപ്പൊ നിൽക്കുന്ന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വലുതായി വരിക. നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ ആ സ്റ്റേറ്റിലേക്ക് വളർന്ന് അത് രാജ്യത്തേക്ക് വളരുന്ന രീതിയിലേക്കും അവിടുന്ന് ലോകം അറിയുന്ന രീതിയിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ടാലന്റ് എന്താണോ അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ മോൾ ഓക്കെ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞില്ലേ? ഇപ്പൊ ഓക്കെ എന്ന് വന്ന ആൻസർ കണ്ടോ? പപ്പ എന്താ പറഞ്ഞിട്ടുണ്ട്? ഒരാൻസറും പെട്ടെന്ന് പറയരുത്. ഒരു ആൻസറിന് മിനിമം 15 സെക്കൻഡ് കൊടു. അയാൾ ആവശ്യം ഉടനെ ഓക്കെ എന്നാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ മറുപടി കൊടുക്കും. എന്തിനാണ്? കാരണം നിങ്ങളെ മോൾഡ് ചെയ്യാൻ, നിങ്ങളെ നിങ്ങൾക്ക് വിൽപ്പനയുള്ള വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആക്കി മാറാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പപ്പ മാറിയാ നിങ്ങൾ മാറുമോ? ഇല്ല. പപ്പ മരിക്കുമ്പോ നിങ്ങൾ തീർന്നു. മനസ്സിലാവുന്നോ? ഞാൻ എന്റെ ഒരു ശൈലി കണ്ടെത്തിയിരിക്കുന്നേ. ഞാനും ഒക്കെ നിങ്ങളെ പോലെ ചിന്തിച്ച് വിഷമിച്ചിരുന്ന ഒരാളാണ്. അയ്യോ, അവരെനിക്ക് അവസരം തന്നില്ലല്ലോ, പാർട്ടി അവസരം തന്നില്ലല്ലോ, നമ്മളെക്കാൾ എത്രയോ പൊട്ടന്മാരല്ലേ നമ്മൾ കൊണ്ടുവെക്കുന്നവരെല്ലാം ആവുന്നു. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് വ്യാകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ആ പൊസിഷൻ അത് തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. എന്തായിരുന്നു ഇത്രയും നാൾ എനിക്ക് സംഭവിച്ചത്? ഇതായിരുന്നു, ദിസ് വാസ് മൈ പ്രോബ്ലം. മനസ്സിലായേ? ഇതായിരുന്നു എന്റെ പ്രശ്നം. ഇപ്പൊ ഉണ്ടോ ആ പ്രശ്നം? തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വാട്ട് വാസ് മൈ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് യു കിൽ ദാറ്റ് പ്രോബ്ലംസ്. ആ അഗ്ലി ഫ്രോഗ് ആണ്. നമ്മൾ ഈ മാറ്റി വെക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രൊക്കാസ്റ്റിനേഷൻ, നമ്മുടെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ദാറ്റ് ഫ്രോഗ്, ബ്രെയിൻ ട്രേസി എന്ന് പറയുന്ന അയാളുടെ പുസ്തകം വായിച്ചു. നമ്മുടെ മെയിൻ പ്രശ്നം എവിടെയാണ്? നമ്മൾ നാളേക്ക് മാറ്റി വെക്കും. നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സാധനം അങ്ങ് ഒഴിവാക്കി നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആവും. അപ്പൊ നിങ്ങളോട് 1.5 വർഷം മുമ്പ് ഞാൻ ഈ യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്തൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറെ നാളുകളായി. മനസ്സിലാവുന്നു? അന്നേരം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്തോന്ന്? നിങ്ങൾ പഠിക്കുന്ന കാര്യം യൂട്യൂബിൽ പറയാൻ പറഞ്ഞു. നിങ്ങൾ ഇത്ര ഏതാണ്ട് 1 വർഷത്തോളം ആവുന്നെന്ന് തോന്നുന്നു. 1 വർഷം ആയാലും 9 മാസം കണ്ടായി ഞാൻ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് പപ്പ ഇത് മോണിറ്റൈസ്ഡ് ആയി, എനിക്ക് ചെറിയ വരുമാനമായി. മനസ്സിലാവുന്നു? പക്ഷെ ഞാൻ 100 കണക്കിന് ആൾക്കാരോട് നന്മ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളാനായിട്ട് നമ്മളൊരു കാര്യം പറയാൻ പറ്റത്തില്ല. അവരന്നേരം എന്നെ അടുത്തറിയാവുന്ന ആള് എന്റെ നെഗറ്റീവ് സൈഡായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അവൻ കണ്ടുവച്ചേക്കും, അവൻ എന്നെ പരിചയം പോലും കാണത്തില്ല. ആരോ പറഞ്ഞു വെച്ചേക്കുന്ന. അതുകൊണ്ടാണല്ലോ ജീസസ് ക്രൈസ്റ്റിനെ പോലും കൊല്ലേണ്ടി വന്നത്. എല്ലാവരും അങ്ങനെയാണ്. ഈ സമൂഹത്തിൽ എല്ലാവരും നമ്മളെ നേരിട്ട് പരിചയപ്പെട്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടാതിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. മനസ്സിലാണോ? ഒരു കാരണവശാലും നിങ്ങൾ എന്തുണ്ടാവരുത്, അങ്ങനെ ഒരു ചിന്ത വരരുത്. അയ്യോ, ഇത് നടക്കുന്ന കാര്യമല്ല. നടക്കുന്ന കാര്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മരണം വരെ, നിങ്ങളുടെ അവസാന ദിവസത്തിലായിരിക്കും അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുന്നത്. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും വ്യാകുലപ്പെടരുത്. ഒരു കാര്യം കൂടെ ഓർത്തോണം. നിങ്ങൾ പറയും ഈ ജയിച്ചവന്മാരാണ് വലിയ മിടുക്കം. അല്ല, തോറ്റവന്മാര്, അതായത് ജയിക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരാണ് ഏറ്റവും വലുത്. പക്ഷെ അവരെ ആരും തിരിച്ചറിയാൻ അവർ സ്വയം മാറിയില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? സ്വയം മാറാൻ കഴിയാതെ പോയത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പപ്പ ഈ പറയുന്ന എന്തിനാണ്? അവര് മാറട്ടെ എന്ന് വിചാരിച്ചോണ്ടാ. അപ്പൊ നിന്റെ വില നീ തന്നെ നിർണ്ണയിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായം ആവരുത് നിന്റെ വിലയിടൽ. പഠിച്ചോ? 2ാമതൊരു പോയിന്റ് പപ്പ പറഞ്ഞു. 3ാമത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സൈലന്റ് വർക്ക് ഉണ്ടല്ലേ, സൈലന്റ് വർക്ക് ലൗഡ് റിസൾട്ട് തരും. എന്ത്? സൈലന്റ് വർക്ക് ലൗഡ് റിസൾട്ട് തരും. നല്ല ശബ്ദമുള്ള വിജയത്തിന് കാരണമായി തീരും. അപ്പം ശബ്ദമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തോ ആയി തീരുന്നത്? ഏറ്റവും വലിയ ശബ്ദമായി മാറുന്നത്. അതിന് ഇന്ന് നീ ശബ്ദമില്ലാതെ എന്ത് ചെയ്യണം? നിന്നെ മറ്റുള്ളവർ ഗൗനിക്കാതിരിക്കുന്ന സമയത്ത്
നീ അതിനുവേണ്ടി മോൾഡ് ചെയ്യണം, നിന്നെ അതിനുവേണ്ടി മാറ്റണം. മനസ്സിലാവണം? ഇതിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഇത് എത്ര ഞാൻ പറഞ്ഞു തന്നാലും കേൾക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ, നിങ്ങളുടെ നല്ല ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? ഒരു കാരണവശാലും ചെയ്യില്ല. അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പപ്പ പറയുന്നതിന്റെ കൂട്ട് ഓൺ ഹു സോൾവ് മൈ ഫെറാറി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് പറയുന്നതിന്റെ കൂട്ട്. അപ്പൊ ഞാന് എന്റെ ഒരു കപ്പ് ഓഫ് ടീ, അതായത് നല്ല ചായ ഉള്ള ഒരു കോപ്പ നിറച്ച് ഞാൻ കൊണ്ടുവന്നേക്കോ, ചൂട് ചായ. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോ ആദ്യം ഞാൻ മോടെ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു വെച്ചു, എനിക്ക് ഒഴിച്ചു. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. മോള് പക്ഷെ ആ പഠനത്തിനകത്ത് ഞാൻ പറയുന്ന കേട്ട് അതിലങ്ങ് ലയിച്ചു പോയി, ചായ കുടിക്കാൻ മറന്നുപോയി. ചായക്ക് എന്ത് സംഭവിക്കും? തണുത്തു പോവും. മനസ്സിലായ? തണുത്ത ചായ കൊള്ളത്തില്ലല്ലോ. പക്ഷെ ചൂട് ചായ എവിടെ ഇരിപ്പുണ്ട്? ആ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇനി മോക്ക് ചൂട് ചായ തരണമെങ്കിൽ എന്ത് വേണം? അത് കളയണം. ഇതുപോലെയാണ് മനുഷ്യന്റെ എല്ലാം ചിന്ത. മനുഷ്യനെല്ലാം ഒരു വിശ്വാസം വെച്ച് ഇങ്ങനെ ഉള്ളു നിറച്ചു വെച്ചേക്കുക. നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞ് മോളെ മാറണമെന്ന് പറയുമ്പോഴും മോളെ സ്കൂളിൽ പഠിപ്പിച്ചതും മോള് പഠിച്ചു വെച്ചിരിക്കുന്നതുമായ ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ മതി, ഇങ്ങനെ പഠിച്ചു വെച്ച അന്നേരം നിങ്ങളെ കൃത്യമായി ഒരാൾ പറഞ്ഞു തരുവാണ്. എന്തോന്ന് കൃത്യമായ രീതിയിൽ വിത്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ദിസ് ഇസ് ദ ഫാക്ട് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് തിങ്, യു ഡു ദിസ് വേ. അല്ലെന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ്. അപ്പൊ യു സ്റ്റാർട്ട് ടുഡേ എന്നൊക്കെ ഞാൻ പപ്പ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴേ യു വിൽ നോട്ട് ഹിയർ ദാറ്റ്. അതെന്താ? നിങ്ങൾക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. എന്താ കാര്യം? ബിക്കോസ് നിങ്ങളുടെ മൈൻഡിൽ ഈ ചായ, തണുത്ത ചായപ്പോൾ നിറഞ്ഞിരിക്കുക ഒരു വിശ്വാസം, ഒരു നോളജിൽ, ഒരു അന്ധവിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ആ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് പപ്പ ആദ്യം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത്. 2018 മുതൽ പപ്പ ആദ്യം പക്ക മെഡിറ്റേഷൻ ചെയ്ത് കറക്റ്റ് ടൈം വെച്ച് ചെയ്ത് എന്റെ മൈൻഡിലുള്ള സിസ്റ്റത്തെ ഞാൻ മാറ്റി. മനസ്സിലാവുന്നു? ആ മാറ്റാൻ വേണ്ടിയാണ് പപ്പ നിങ്ങളോട് പറഞ്ഞ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ളത് മൊത്തം കളയണം. എന്നാലല്ലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കയറ്റി തരാൻ പറ്റൂ. ഈ ചിന്തയാണ് ആദ്യം വരേണ്ടത്. മനസ്സിലാവണോ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്യുമ്പോൾ അടുത്തൊരു പോയിന്റ് പറയാം. നിങ്ങൾ വിഷമിക്കരുത്. മറ്റുള്ളവരെ, നമ്മളെ ഒരുത്തൻ മനഃപൂർവ്വമാണ് ഇഗ്നോർ ചെയ്യുന്നത്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റിനെ അന്നേരം എല്ലാവരും ഇഗ്നോർ ചെയ്ത് ഏറ്റവും അവസാനം ഇപ്പൊ അങ്ങോട്ട് പോവുക, ഇങ്ങനെ നടക്കുക. എന്താ? അയാളുടെ മുന്നിൽ കടന്ന് ഉരുളുന്നു, തലകുത്തി നിൽക്കുന്നു. എന്തോ കാര്യം? നിങ്ങൾ എന്തായാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് അവൻ ഭയങ്കര കരുതി നിന്നെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുക. ഇവൻ വലിയ ആനയാണ് ഓനയാണെന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നോ? ആ ഇഗ്നോർ ചെയ്യുന്നവന്റെ അടുത്ത് വരുമ്പോ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇഗ്നോർ ചെയ്തോട്ടെന്ന് വിചാരിച്ചോണം. നമ്മൾ അവനോട് സ്നേഹം കൊടുക്കണം. ആരെ എതിർക്കാനും ആരോട് സ്നേഹം തട്ടിപ്പറിക്കാനും നമ്മൾ തുനിയണ്ട. മനസ്സിലാവുന്നോ? എല്ലാരോടും നമ്മളെ കയ്യും കാണിച്ച് സ്നേഹവും കൊടുക്കുക. പക്ഷേ അവൻ നമ്മളെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേദനിക്കാൻ പാടില്ല. ആ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും മനുഷ്യന്റെ എന്താ പ്രശ്നം? അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല, അവൻ ഇത് ചെയ്ത്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവന് വേണമെങ്കിൽ മൈൻഡ് ചെയ്താൽ മതി. നമ്മൾ അവനോട് കയ്യും കാണിക്കും കാലും കാണിക്കും, സ്നേഹവും കണ്ടാൻ വേണ്ടി പോണം. മനസ്സിലാവുന്നോ? അപ്പൊ ആ ഇഗ്നോർ ചെയ്യുമ്പോ നിങ്ങൾ സന്തോഷിക്കുക വേണ്ടത്. കാരണം എന്താ? അത്രയും നമ്മുടെ എന്ത് ചെയ്ത് ഡിസ്ട്രാക്ഷൻ കുറഞ്ഞു. ആണോ? നമ്മുടെ ഫോക്കസ് കൂടി. വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് ഏതാന്ന് പറഞ്ഞാൽ ഫോക്കസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പപ്പ ഒരു കാര്യം പറയുമ്പോ നിങ്ങളോട് പപ്പ എന്താ പറഞ്ഞേക്കുന്നത്? ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുക, നിങ്ങൾ പ്രസംഗിക്കുക. ഇത് രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ അവസരം വന്നാലും പോണ്ട. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി നിങ്ങൾ രാവിലെ നടക്കുന്നുണ്ട്, വേണം കരോട്ടയ്ക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടും ക്ലിയർ ചെയ്യുക. പിന്നെ ഒരു ഡാൻസ് പഠിക്കണോ ഡാൻസ് പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് പാടണേ പാട്ട് പഠിക്കുക. ഇതൊക്കെ ഫ്രീ ടൈം. യു ഹാവ് ലോട്ട് ഓഫ് എന്താണ് മെക്കാനിസം ഓൺലിയോ YouTube and other instruments and digital platforms. You have to improve yourselves. So why you are bothering that? Why you are going for a particular place for these songs studying? No. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ പക്ഷെ പ്രസംഗം പഠിക്കാൻ പോണം. മനസ്സിലാവുന്നോ? പ്രസംഗം ഇനി ആരൊക്കെ പറയുന്നോ, നിങ്ങൾക്ക് ആരൊക്കെയാണോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു സാധനം ചെയ്യുന്നത്, നിങ്ങൾ പോവാ. അതിന്റെ മാക്സിമം ലെവൽ ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ അമേരിക്ക പോകണം. മനസ്സിലാവുന്നോ? അത് നിങ്ങൾ നേടണം. അത്
നിങ്ങൾ ശ്രദ്ധ, അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്തേക്കുന്ന അതിനകത്താണ്. ഫോക്കസ് ചെയ്തേക്കുന്ന ഏരിയയിൽ റിസർച്ച് ചെയ്ത് മാക്സിമം പോയി അവരെ കണ്ടും കേട്ടും അവരിൽ നിന്ന് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഫോർ എൻ എന്റർടൈൻമെന്റ് നിങ്ങൾ പാട്ട് പാടുന്നു, നിങ്ങൾ ഇത് ചെയ്യുന്നു, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രീ ടൈമിൽ യൂട്യൂബിലോ എവിടെന്നെങ്കിലും എടുത്ത് അതനുസരിച്ച് കോപ്പിയും ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ അങ്ങ് ആക്ട് ചെയ്താൽ മതി. ഐഡിയ കിട്ടിയോ? പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ഫോക്കസ് ചെയ്യുക ഇമേഴ്സ് ആണ്. നിങ്ങൾ അതിനകത്ത് ഇറങ്ങി ചെന്നേ പറ്റൂ. ഡിഡ് യു ഗെറ്റ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മനസ്സിലായി? നിന്നെ ഈ വിലമതിക്കാത്തവരുടെ അടുത്ത് നിങ്ങളുടെ സമയം കളയരുത്. ചുമ്മാ ഏറ്റവും അവസാനം എന്താണെന്നറിയാം, ഇപ്പൊ ഒരു ഇച്ചിരി കാശൊക്കെ ഉള്ളവനായ ഇച്ചിരി ചാടക്കാരനായാലും ഒരു രാഷ്ട്രീയക്കാരനാന്ന് വെച്ചാൽ യവനെ സൂചിപ്പിക്കാൻ നമ്മൾ അവന്റെ വീട്ടിൽ പോകുന്നു, അവന്റെ കൂടെ നിൽക്കുന്നു. അതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ പോവുക. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആണ് അദ്ദേഹത്തെ കാണുന്നതും മിണ്ടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോവുക. മനസ്സിലാവുന്നു? പക്ഷെ അവന്റെ അടുത്ത് പോയി നിനക്ക് വില തരാത്ത ഒരാളുടെ അടുത്ത് പോണോ? എന്താ? അവനെ കളഞ്ഞേക്കാ. മനസ്സിലാവുന്നു? ബൈബിൾ പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ വലിയ പുസ്തകങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജ്ഞാനിയെ തിരക്കി അവന്റെ വീട്ടിൽ പോവാൻ വിളിച്ചില്ലേലും പോണം. എടേ, നിനക്ക് അറിവ് പകർന്നു തരാൻ പറ്റുന്ന ഒരു ജ്ഞാനിയായ ഒരാൾ ഒരിടത്ത് നിന്റെ പഞ്ചായത്തിലുണ്ട്. അവൻ പറഞ്ഞില്ലേലും അവന്റെ സമയം ചോദിച്ചു ചെല്ലുക. എന്തിനാ? അവൻ നിനക്ക് തരുന്നത് എന്തുവാ? ജ്ഞാനമാണ് തരുന്നത്. ജ്ഞാനത്തെക്കാൾ വലുതൊന്നുമില്ല. ലോകം സൃഷ്ടിച്ചത് പോലും ജ്ഞാനമാണെന്നാണ് ആര് പറയുന്നത്? ബൈബിളിൽ പറയുന്നത്. അത് പക്ഷെ നമ്മൾ വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. ഐഡിയ കിട്ടിയോ? അപ്പം സമയം നിക്ഷേപിക്കേണ്ടത് എവിടെയാണ്? നിന്റെ വളർച്ചയിൽ മാത്രമാണ്. എന്തോ? വളർച്ചയിൽ മാത്രമാണ്. മനസ്സിലാവുന്നു? ഒരു ദിവസം നിന്നെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കും നീ വിജയിക്കുമ്പോ. മനസ്സിലാവുന്നു? ഇന്നത്തെ സൈലൻസ് നാളത്തെ ഇൻസ്പിറേഷനായി മാറും. കിട്ടുന്നുണ്ടോ? ടുഡേ സൈലൻസ് ഇസ് ടുമാറോസ് ഇൻസ്പിറേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം എന്താ? നീ തന്നെ ഒരു ഉദാഹരണമായി മാറണം. അവര് പറയണം, ലവമ്പള്ളി ഇങ്ങനെ. മനസ്സിലാവുന്നോ? അതേപോലെ ആക്കിയെടുക്കണം. എന്തോ ഉണ്ട് അപ്പച്ചാ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. ഓക്കെ. അടുത്ത എന്താന്ന് ചോദിച്ചാ, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നെവർ കമ്പയർ വിത്ത് എനിവൺ. കമ്പാരിസൺ എടുത്ത് തോട്ടി കളഞ്ഞേക്കണം. മനസ്സിലാവുന്നോ? എല്ലാരും തോറ്റത് അവിടാണ്. കമ്പാരിസൺ നിർത്തുന്നിടത്ത് പ്രോഗ്രസ് തുടങ്ങും. എന്താ? കമ്പാരിസൺ നിർത്തുന്നിടത്ത് പ്രോഗ്രസ് തുടങ്ങും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വളർച്ച തടയപ്പെട്ടു പോകും. മനസ്സിലായോ? അന്നേരം ഇന്ന് ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇങ്ങനെ പറയാം. ഇന്ന് നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തോ? പക്ഷെ നാളെ നിന്നെ എല്ലാവരും നിന്നെ കുറിച്ച് പറയും. ഇതേ എനിക്ക് പറയാനുള്ളൂ. എന്തോ? ഇന്ന് നിന്നെ ആരും ശ്രദ്ധിക്കില്ല, പക്ഷെ നാളെ. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. നിങ്ങളുടെ മണ്ഡലം എന്താ? നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു PSC എഴുതി ഒരു ജോലി മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. PSC എഴുതി ജോലി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുള്ള ഒരു ബുദ്ധിയുള്ള പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. PSC വേണ്ട, നിങ്ങൾ സക്സസ് ആയാൽ മതി. എന്ത്? എത്രയോ പിള്ളേർ ഈ PSC എന്ന് പറയുന്ന ഒരു മെമ്മറി ടെസ്റ്റ് നടത്തി അവൻ കാണാതെ പഠിച്ച ഒരു ജോലി എഴുതി അവൻ അവിടെ നിൽക്കും. അവനെ രാവിലെ പോകും വൈകിട്ട് വരും, രാവിലെ പോകും വൈകിട്ട് പോകും. അവനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. അതിൽ ചില ടീച്ചേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചില നല്ല ഗവൺമെന്റ് ജീവനക്കാര് അവര് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. അവരെ മാത്രം അങ്ങനെ റെയറായി മനസ്സിലാക്കും. അതുകൊണ്ടല്ലേ ഈ രാജ്യത്ത് നല്ല പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ളവരെ കിട്ടാത്ത പകുതിയാണത്. കാരണം എന്താ? നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ നിങ്ങളോട് പറയാ PSC ടെസ്റ്റ് എഴുതി പോകണം. ഇവിടുത്തെ IAS എന്നോ IPS എന്നോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളോ ഈ രാജ്യം ഭരിക്കുന്നോ രാജ്യത്തേക്കാൾ വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വരത്തില്ല. മനസ്സിലായോ? ഇതെല്ലാം വരുന്ന ആരാ? ഇവിടെ ദൈവങ്ങളായിട്ട് വരുന്നവന്മാരെ കണ്ടിട്ടുണ്ടോ? ആൾ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് പൂജിക്കാൻ പോന്നെ. ഗൗരിയൊന്നുമല്ല. അതൊക്കെ സാമാർക്കൊക്കെ നല്ല ബോധം കാണും. അതൊന്നുമല്ല. എന്ത് നമ്മുടെ ഇവിടെ കണ്ടൊരു പെണ്ണുമുള്ള മണ്ണടിയിലൊക്കെ ദേവി അമൃതാനന്ദ പോയി ഇങ്ങനെയുള്ള എല്ലാവരെയും ശ്രദ്ധിച്ചു. ഏതിനെങ്കിലും ബോധം പൊക്കുന്നുണ്ടോ? വിദ്യാഭ്യാസം ഇല്ല. മനസ്സിലാവും? അപ്പൊ അവര് നോക്കുമ്പം നിന്റെ കയ്യിലിരിക്കുന്ന പൈസയും നിന്റെ അധ്വാനവും അവൻ അടിച്ചോണ്ട് പോകും. അത് ഒരു സെക്കൻഡ് അവൻ ചിന്തിക്കണ്ടേ? ഇതിനകത്ത് എന്തോ ഫാക്ട്, ഈ ഇവൻ എന്തോ അറിയാം. അങ്ങനെ ചിന്തിക്കണം. മനുഷ്യന് ശാസ്ത്രത്തെ ചിന്തിക്കണം. ശാസ്ത്രം നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് കേരളം ഇച്ചിരിയെങ്കിലും വ്യത്യസ്തമായി നിൽക്കുന്നത്? ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൂടെ ഈ നടക്കുന്ന ഉത്തരേന്ത്യയിലേക്ക് അതുപോലെ ആയി പോകത്തില്ലേ?
സമാധാനം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുള്ളതാണ്. അവിടെ നിന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഈ ലോകത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. കാരണം നിങ്ങൾ പഠിക്കുക, ഞാൻ വായിച്ച നമുക്കൊരു ആൻസർ പോലും ഒരാളോട് പറയാൻ പറ്റത്തില്ല. നമ്മളിത് പറയുമ്പോൾ തന്നെ ഇവൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അടിക്കുന്ന ദേശീയതയ്ക്കെതിരായി, അല്ലെന്നുണ്ടെങ്കിൽ അവന് സ്നേഹമില്ല, ഇവൻ വർഗീയവാദി, ഇങ്ങനെ പറയുന്നില്ല. അവന്റെ അറിവില്ലായ്മയാണ്. അവൻ ഒരു കാര്യത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചാൽ അവന്റെ മൈൻഡിന് വിശാലത വരുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ മാറേണ്ടത് ഏത് ശൈലിയിലാണെന്ന് മനസ്സിലായോ? ഈ മതം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കണം. ജാതി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാനും നിങ്ങൾ നോക്കണം. ഇയാൾ എന്റെ ഫ്രണ്ട് ആവാൻ കൊള്ളാവുന്ന ആളാണ്, ഇതെന്റെ ഒരു സുഹൃത്താണ്. എനിക്ക് സത്യത്തിൽ ഞാൻ ഇത്രയും കൊല്ലം പഠിച്ചു, 32 വർഷമായിട്ട് ഞാൻ ക്യാമ്പസിൽ നിൽക്കുക. 1993 പ്രീ ഡിഗ്രി കയറുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ക്യാമ്പസിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും, അതും റെഗുലർ സ്റ്റുഡന്റ് ആയിട്ട്. പക്ഷെ എനിക്കറിയത്തില്ല എന്റെ നാട്ടില് എന്റെ കോളേജിൽ പഠിച്ച SC പിള്ളേർ ഏതാണ്, സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. അവരാരെ SC എന്നും അറിയത്തില്ല, ഒരു പുല്ലും അറിയത്തില്ല. ഫ്രണ്ട്സ് അങ്ങനെയല്ലേ അറിയാം. അങ്ങനെ ആയിരിക്കണം. മനസ്സിലാവും. സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരുക എന്നുള്ളതാണ്. പിന്നെ പണ്ട് നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല, നിയമർ അടിച്ചമർത്തുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ സുനാപ്പ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ മതി. ആരും വളർത്തണ്ട. നിങ്ങളുടെ അറിവ് നിങ്ങൾ ജനത്തോട് പറയുക. അവർക്ക് നല്ലതാണെങ്കിൽ അവർ സ്വീകരിക്കും, ചീത്തയാണെങ്കിൽ അവർ ഡിസ്ലൈക്ക് ചെയ്യും. ആയിക്കോട്ടെ. അതിനർത്ഥം നിങ്ങൾ ചെയ്ത കാര്യം അവർ ഡിസ്ലൈക്ക് കൂടുന്നു എന്നർത്ഥം നിങ്ങൾ ശരിയായ പാതയിലല്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത ശരിയാണ്. ജീസസ് ക്രൈസ്റ്റിന് ഡിസ്ലൈക്കാ കൂടുതൽ കിട്ടിയത്. മനസ്സിലാവുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് തന്നെ പറയണം. അതായത് ഒരു സിനിമ നമ്മൾ 3 പേരൂടെ കണ്ടാൽ 3 പേര് ഒരേപോലാണോ പറയുന്നത്? ആ പറയുന്നതിന്റെ കാരണം നിങ്ങളുടെ തലച്ചോറിൽ കയറിയപ്പോൾ അതിന് വന്ന മാറ്റമാണ് ഞാൻ നോക്കുന്നത്.